അബുദാബിയിൽ സ്കൂൾ മാറ്റ സമയപരിധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുകയോ അബുദാബി എഡ്യൂക്കേഷൻ കൗൺസിലുമായി സമ്മതക്കരാർ ഒപ്പിടുകയോ ചെയ്യാത്ത 11 സ്കൂളുകളുടെ അംഗീകാരം റദ്ദ് ചെയ്യുകയും ഈ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ഉത്തരവ് നൽകുകയും ചെയ്തു. മാർച്ച് 31 ശേഷം സ്കൂൾ പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്നാണ് അബുദാബി എഡ്യൂക്കേഷൻ കൗൺസിൽ പുറപ്പെടുവിച്ച ഉത്തരവിലുള്ളത്. നൂറുകണക്കിന് മലയാളി വിദ്യാർത്ഥികളുള്ള 2 പ്രമുഖ ഇന്ത്യൻ സ്കൂളുകളും ഇതിൽപ്പെടുന്നു. +2 വരെയുള്ള 1500ഓളം കുട്ടികൾ പഠിക്കുന്ന ഇന്ത്യൻ ഇസ്ലാഹി സ്കൂളും 600ഓളം വിദ്യാർത്ഥികളുള്ള ലിറ്റിൽ ഫ്ലവർ സ്കൂളും ഇതിലുണ്ട്. ഉത്തരവ് കിട്ടിയ ഉടനെ എഡ്യൂക്കേഷൻ കൗൺസിൽ നിർദ്ദേശിച്ച രൂപത്തിൽ സ്കൂൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കാതെ മാർച്ച് 31 ശേഷം സ്കൂൾ പ്രവർത്തിക്കുന്നതല്ല എന്ന നോട്ടീസ് കുട്ടികൾ മുഖേന രക്ഷിതാക്കൾക്ക് കൊടുത്തയച്ച ഇന്ത്യൻ ഇസ്ലാഹി അധികൃതരുടെ നടപടി മലയാളികൾ ഉൾപ്പെടെയുള്ള രക്ഷിതാക്കളെ ഞെട്ടിച്ചു. ഇതേ അവസ്ഥ തന്നെയാണ് മറ്റൊരു ഇന്ത്യൻ സ്കൂളായ ലിറ്റിൽ ഫ്ലവറിനുമുള്ളത്. അടച്ചുപൂട്ടാൻ ഉത്തരവ് കിട്ടിയ അവർ പക്ഷേ സ്കൂൾ അടച്ചുപൂട്ടുന്നു എന്ന് കുട്ടികൾക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല. ആവശ്യമുള്ള രക്ഷിതാക്കൾക്ക് കുട്ടികളെ വേറെ സ്കൂളിലേക്ക് മാറ്റാമെന്നും സ്കൂളിന് പുതിയ പാർട്ട്ണറെ തേടുകയാണെന്നും പാർട്ട്ണറെ കിട്ടിയാൽ മാത്രം ബദൽ അന്വേഷിക്കും എന്നുമാണ് പറയുന്നത്. നിലവിൽ നിരവധി കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാത്ത സാഹചര്യത്തിൽ പുതിയ സംഭവ വികാസങ്ങൾ രക്ഷിതാക്കളെ കടുത്ത ആശങ്കയിലും സമ്മർദ്ദത്തിലുമാക്കിയിരിക്കുന്നു. അബുദാബി സിറ്റിയിലെ വില്ലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകളും സ്വന്തം സ്കൂൾ കെട്ടിടത്തിലേക്ക് മാറാൻ അബുദാബി എഡ്യൂക്കേഷൻ കൗൺസിൽ നിർദ്ദേശിച്ച അവസാന സമയപരിധി 2014 അധ്യയന വർഷമായിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരവും സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യവും വർദ്ധിപ്പിക്കാനാണ് ഇടുങ്ങിയ വില്ല അന്തരീക്ഷത്തിൽ നിന്നും മാറാൻ അബുദാബി എഡ്യൂക്കേഷൻ കൗൺസിൽ നിർദ്ദേശിച്ചത്. പുതിയ സ്ഥലവും കെട്ടിടവും കണ്ടെത്താൻ ഉള്ള പ്രായോഗിക പ്രയാസങ്ങൾ മുൻനിർത്തി നിരവധി തവണ സമയപരിധി നീട്ടി നൽകിയിരുന്നു. മീഡിയ 1 അബുദാബി.